പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടോൾ ഗേറ്റിലാണ് ഗൈസ്. ഞങ്ങൾ എങ്ങോട്ട് പോവാന്നല്ലേ? ഞങ്ങൾ പോണ്ടിച്ചേരി പോവാണ് ഗൈസ്, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി. ഇപ്പോഴത്തെ തീരുമാനത്തിൽ ചാടിത്തുള്ളി പോണ്ടിച്ചേരിയിലേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടാളല്ല, സീതാറിനും ശിശിരിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ബസ്സില്ല ഗൈസ്. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്രാവശ്യത്തെ ബസ് കിട്ടി. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പോണ്ടിച്ചേരിയിൽ ആഘോഷിക്കുന്നത് കാണാൻ ബസ് വെയിറ്റ് ചെയ്യണേ. ട്രെയിനിന് പോകാമെന്നാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ട്രെയിൻ ഇവിടെ നിന്ന് ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. 7:15 പോണ്ടിച്ചേരിക്ക് ഡയറക്റ്റ്. അത് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് ടൈമിങ് കണ്ട് ഒത്തിയില്ല. മുന്നോട്ടെടുത്ത് വെച്ച കാല് മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് നേരെ ടോൾ ഗേറ്റിനവിടെ വന്നത്. ഇവിടുന്ന് എപ്പോഴും ബസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട് അവിടെ വന്ന് നോക്കുമ്പോൾ ബസ്സും ഇല്ല. ഡയറക്റ്റ് പോണ്ടിച്ചേരിക്ക് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. 1 മണിക്കൂറോളം ഞങ്ങളവിടെ പോസ്റ്റ് ചെയ്തിരുന്നു. 8 മണിക്ക് വന്നിട്ട് 9:15 ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ 12 മണിൻ്റെ മുന്നേ പോണ്ടിച്ചേരി എത്തുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ദിണ്ടിവനത്തേക്ക് ബസ് കിട്ടി. ദിണ്ടിവനത്തിൽ നിന്ന് അപ്പം തന്നെ ഞങ്ങൾക്ക് പോണ്ടിച്ചേരിക്കും ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു 11:15 കൂടിയിട്ട് പോണ്ടിച്ചേരി എത്തി. അവിടെ നിന്ന് ഷെയർ ഓട്ടോ കൂടിയിട്ട് ബീച്ചിൻ്റെ ഒരു പകുതി വരെ പോയിട്ടോ. പിന്നെ അവിടെ പറയണ്ടല്ലോ, ഫുൾ തിരക്കായിരുന്നേ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. വൈൻ ഷോപ്പിലൊക്കെ അതൊക്കെ ഈ പോണ ചെക്കന്മാരെ കയ്യിൽ മൊത്തം കുപ്പിയാണ് ഗൈസ്, കുപ്പി. ആ കുപ്പി വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അവർ അവിടെ തന്നെ അടിക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലീസുകാരുടെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളമടിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടോ. ബീച്ചിലെത്തിയപ്പോൾ ഇവിടെ കയറുമ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ട്. ബോയ്സിന് വേറെ ഗേൾസിന് വേറെ വേണ്ടിയിട്ട് ചെക്കിംഗ് ഉണ്ട്. എന്തിനുള്ള ചെക്കിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ കുപ്പി കൊണ്ടുവരാനാവും. ഉള്ളിലേക്ക് ഇതൊന്നും പ്രവേശനം ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. എന്തായാലും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ തിരക്കിൻ്റെ ആ ഒരു സൗണ്ട് നിങ്ങളെന്നെ കേട്ടിട്ട് വാ. உடனெல்லாம் பார்த்துங்க, பக்கத்தில் யாரும் நிற்கலான்னு தெரியாது. நீங்கள் எத்தனை பேருக்கு பிள்ளைங்க சேஃபாக இருக்கான்னு பார்த்துங்க. பசங்க குழந்தைங்களை கையில் பிடிங்க. டூ டேக் கேர் ஆஃப் யுவர் பிலாங்கிங்ஸ். അങ്ങനെതാ ഒരു പടക്കം പൊട്ടിക്കലും ആർപ്പ് വിളിയും കൂക്കലും ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോലീസുകാർ ഇതാ ബീച്ചിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ആക്കണ് ഗൈസ്. ഞങ്ങളിങ്ങനെയൊന്നല്ല വിചാരിച്ച, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് വന്നേ. കഴിഞ്ഞ വട്ടം വരെ അതിഗംഭീര പരിപാടിയായിരുന്നു ഇവിടെ ബീച്ചിൽ. അതും പ്രതീക്ഷിച്ചിട്ട് വന്ന ഞങ്ങളിപ്പോൾ ആരായി? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇതാ ബീച്ചിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അവസാന നിമിഷം ആയതുകൊണ്ട് ഞങ്ങൾ റൂമും എടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. നല്ല റേറ്റ് ആയിരുന്നിട്ട് ഇവിടെ. അങ്ങനെ എവിടെ പോകുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇതൊരു പള്ളി കണ്ടത്. പോണ്ടിച്ചേരി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു പള്ളിയാണ്. ഇവിടെ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. ഇതേപോലെ റൂമൊന്നും കിട്ടാതെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന ആൾക്കാരാ തോന്നുന്നു. അവരെ കൂട്ടത്തിൽ ഞങ്ങളും കയറി പള്ളിയിൽ കയറി കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു 3:30 ആയപ്പോൾ പള്ളി അടച്ച് പള്ളിക്കാർ പോയി. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടിച്ച് അവിടെ പോയി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് കൊതുകടിയും കൊണ്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി നേരം വെളുപ്പിച്ച്. ഗൈസ്, ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡേ 2 ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിൽ പോണ വഴിക്ക് വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടത്. എൻ്റെ ലിപ്സ്റ്റിക്കല്ലേ ആ കപ്പിൻ്റെ സൈഡിൽ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. സൺറൈസ് കാണാമെന്നുള്ള ആഗ്രഹത്താലാണ് ഞങ്ങൾ ഇന്നലെ കൊതുകടി കൊണ്ടിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ എണീക്കാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉറക്കം അങ്ങോട്ട് സെറ്റാവുകയും ചെയ്തില്ല. എന്തൊക്കെയോ ഒരു ഇടങ്ങറായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഉദിച്ച സൂര്യനെ കേട്ടോ കിട്ടിയത്. പിന്നെ ബീച്ചിൽ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബീച്ചിൽ ഇറക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോന്നു. ഞങ്ങൾ അംബേദ്കർ മന്ദിരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത്. പ്ലാസ്റ്റിക്കാ ഇത്ര തന്നെ ഉള്ളൂ അല്ലേ ഗൈസ്? ഇവിടെ ഇത്ര തന്നെ ഉള്ളൂ.
ഇവിടെ ഇവരൊക്കെ കൂടി ഫോട്ടോ എടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടില്ല. കാണിച്ചുതരാം. അങ്ങനെ അംബേദ്കർ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഇതാ ബീച്ച് സൈഡിൽ കൂടെ ഞങ്ങൾ നടന്ന് പോവാട്ടോ. എങ്ങടാന്നില്ല, തല വരെ പോയിട്ട് റിട്ടേൺ വരണം. ഞങ്ങളൊരു 7 മണി 7:30 ആ സമയത്താട്ടോ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോഴേ ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് ഓൾഡ് ലൈറ്റ് ഹൗസ് പോണ്ടിച്ചേരിയിൽ. അങ്ങനെ ഞങ്ങൾ എൻഡ് ഓഫ് പോണ്ടിച്ചേരി ബീച്ചിൻ്റെ എൻഡിലെത്തിയിരിക്കുന്നു ഗൈസ്. നടന്ന് കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ എത്തി. ഗൈസ് അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി ന്യൂ ഇയർ ആഘോഷിച്ച് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു ന്യൂ ഇയർ ആഘോഷം ഉണ്ടായില്ല. പ്രശ്നമല്ല, എന്താ പറയുക, ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തൃപ്തിയായില്ല. പക്ഷേ ബീച്ച് കണ്ട് കുറച്ച് നേരം നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ അത്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ പോണ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ സമയം ഒരു 9 മണി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു പിന്നെ കാണാം. ടാറ്റാ. ഏട്ടാ ടാറ്റ പറ. ശിശു ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ.